കണ്ടടാ പീരങ്കി. ഗലിഫോർട്ടിക്കുള്ള എൻട്രൻസ് ആണിട്ടത്. എന്തായാലും അത്യാവശ്യം നല്ല പഴക്കം കാണും. ഡച്ച് നെതർലാൻഡൊക്കെ ഉണ്ടല്ലോ. ഇന്നത്തെ നെതർലാൻഡ്, ഹോളണ്ട്, ഡച്ച് എന്ന് പറയുന്നത് അവരുടെ അധിനിവേശ കാലത്തുള്ള ഫോർട്ടാണ് കേട്ടത്. അത്യാവശ്യം നല്ല ഫോറിനേഴ്സൊക്കെ വരുന്ന സ്ഥലം തന്നെ ഉണ്ടല്ലോ. ഉള്ളിൽ ജയില കവാടങ്ങളും ഒക്കെ ഉണ്ട്. 1697 എഴുതിയിട്ടുണ്ട്. വേറെ വർഷം എന്തായാലും പിന്നെ അകത്ത് കൂടെ ഒക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടെയൊക്കെ ലൈറ്റാണത്. അങ്ങോട്ടൊക്കെ ഇതിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് കയറി നോക്കാം. രണ്ടിടത്തും കയറാം. ഗൾഫ് ഡ്യൂറിങ് പോർച്ചുഗീസ് ഓക്യുപ്പേഷൻ. പോർച്ചുഗീസുകാർ വന്ന ടൈമിലുള്ള ഇതും പിന്നെ ശേഷം ഉണ്ടായത് ഡച്ച് അധിനിവേശ കാലത്തുള്ള വ്യത്യാസങ്ങൾ. പിന്നെ ഇത് ജയിലാണെന്ന് തോന്നുന്നു. സെല്ലുകളായിരിക്കണം. ഇതില്ല. കണ്ടടാ പീരങ്കി. ക്യാനോൺ ഇതൊക്കെയാണ് ആംഗിള് ചേഞ്ച് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്. പക്ഷെ ഒറിജിനലാണോ എന്ന് അറിയില്ല. രണ്ടാമത് ചുമ്മാ ഉണ്ടാക്കി വെച്ചതായിരിക്കണം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചേക്കാം കേട്ടോ. ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടുന്ന് കിട്ടോ. ഓൾമോസ്റ്റ് ഇന്ത്യ ഇവിടുന്ന് ബീച്ചായി. താഴൊക്കെ റോഡാണ്. റോഡൊക്കെ ഉണ്ട്. എന്ത് രസമല്ലേ. റോഡ്, ഫുട്പാത്ത്, അതൊക്കെ ഫിഷ് മാർക്കറ്റ് എന്തൊക്കെയാണെന്ന് തോന്നുന്നു. ഇത് അത്യാവശ്യം ലോങ് ഉണ്ട് കേട്ടോ. കുറച്ച് ദൂരം ട്രാവൽ ചെയ്യാനുണ്ട്. ഇത് നമ്മളിവിടെ കേട്ടോ നിൽക്കുന്നത്. ഇത് ആക്ച്വലി ഇതൊരു 4 കിലോമീറ്റർ ഉണ്ട് ഇങ്ങനെ നടക്കുക. ഇതാണ് ഇവിടുത്തെ മാപ്പ്. ഇതിൻ്റെ മാപ്പാണ് ഈ ഒരു ഫോർട്ടിൻ്റെ. ഇങ്ങനെ ഇങ്ങനെ കറങ്ങി വരണം. ഇതാണ് ഇത്. ഇതാണ്ടോ
വാച്ച് ടവർ ആയിരിക്കുള്ളൂ. ഇതിനോട് ഇവിടെ ലോഡ് ചെയ്യുക, ഷൂട്ട് ചെയ്യുക. ഇതൊക്കെ ഫോർട്ടിൻ്റെ ഭാഗം കേട്ടോ. എത്രത്തോളം നടക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഓൾമോസ്റ്റ് ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. ഒരു 4-4.5 കിലോമീറ്ററോളം ഉണ്ട് ഇത്. അപ്പോൾ ഇതിനകത്താണ് ഈ ബാക്കി എല്ലാ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ കോർട്ട്, വേറെ എന്തൊക്കെ പറഞ്ഞല്ലോ രാവിലെ, കോർട്ട്, ഫുഡ് കോർട്ട്, ഒരുവിധം ബാങ്ക്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനത്തെ പല കാര്യങ്ങളും ഇതിനകത്ത്. മ്യൂസിയം ഉണ്ട് ഇതിനകത്ത് തന്നെ. ഇതൊക്കെ ഇങ്ങനെ നടന്നെത്തുമെന്ന് അറിയില്ല. എന്തായാലും നോക്കാം. ക്ലോസ് ആയതായിരിക്കണം. ഇവിടെ ഉണ്ടല്ലോ പീരങ്കികളുണ്ട്. എല്ലാവരും ഇവിടെ ക്രിക്കറ്റൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. നമ്മളവിടെയൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഇത്ര വൃത്തിയിൽ കൊണ്ടു നടക്കുമോയെന്ന് അറിയില്ല. പിന്നെ ഇല്ലാത്ത ടിക്കറ്റ് ചാർജും ഉണ്ടാവും. എന്തായാലും കൊള്ളാം. അവരാ രീതിക്ക് വൃത്തിക്ക് ചിലപ്പോൾ പുല്ലും കാര്യങ്ങളൊക്കെ നോക്കി നല്ല വൃത്തിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് കയറാൻ വഴി ഉണ്ടാവും നോക്കണം. അതെന്താ പെയിൻറ്റിങ്സ്, ഹാൻഡ് ക്രാഫ്റ്റ്, ഇതൊക്കെ ഡ്രെയിനേജ് സിസ്റ്റം തോന്നുന്നത്. Is it drainage? Drainage? Oh. This is old one or old one? New one. Oh, okay. There is coming to the inside. Water, there is going to the. Oh, okay. Sorry. ആ ഡ്രെയിനേജ് പുതിയതാണെന്ന് കേട്ടോ പറയുന്നത്. എന്നാലും ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ പണിതിട്ടുണ്ട്. ചരിത്രങ്ങളൊക്കെ പറയുന്നത് കോളനൈസേഷൻ്റെ ഒക്കെ. ഡച്ച് ആൻഡ് പോർച്ചുഗീസ്. ബ്രിട്ടീഷ്. ആദ്യം പോർച്ചുഗീസുകാർ വന്നു, പിന്നെ ഡച്ചുകാർ വന്നു, പിന്നെ ബ്രിട്ടീഷുകാർ വന്നു. ഇന്ത്യത്തെ പോലെ തന്നെ കട്ടുമുടിച്ച് പോയ കഥകളും ഒക്കെയാണ്. സോ ഇത് ക്ലോസ് ചെയ്തിട്ടോ. 750. ഓക്കെ. ഫോർ എവരിവൺ, ഫോർ ടൂറിസ്റ്റ് ഓർ ലോക്കൽ? I think there's a different. I see. For the foreigners, 750. We are India. Yeah. Same. Okay. Same. And we see the zoo ticket price separate. Yeah. That's So good. some places are available. Okay. Some reduced, but not here. Okay, so. Thank you. ഇവിടെ ക്ലോസ് ചെയ്തിട്ടോ. ഓക്കെ, താങ്ക് യു. ഒരു ചെറിയ മ്യൂസിയം, ഹിസ്റ്റോറിക്കൽ സംഭവമാണ്. നമ്മളടുത്ത പരിപാടി ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ലവ് എഴുതിയേക്കണതും ഞാൻ നോക്കിയിട്ട് വരാം.
ഒരു പേരുകളും Busiro di Bumi. Oh. അയ്യോ അവിടെ എന്തോ ഇതുണ്ടോ ഒരു ശവകുടീരം പോലെ അവിടെ എന്തോ ഒരു ശവകുടീരം പോലെ ഉണ്ട് എന്താണാവോ ആരെങ്കിലും കാണാൻ ചുരുക്കം വെറ്റ്ലാൻഡും ഒക്കെയാണ് കേട്ടോ. ഇവിടെ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേറെ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ കെയർ ചെയ്യണമെന്ന് മാത്രം. റിസ്ക്കിയാണ്, അഡ്വഞ്ചറസ് ആണ്. ബ്രോ, whose grave is the grave? No. Down there is a grave. Look there. That side. No, there is a grave, you know, cemetery. Yeah, down there. That's the religious person. Muslim. Who? Do you know? I don't know the name. Okay. It's okay. Thank you. നടക്കണോ എന്നറിയില്ല, കുറേ നടക്കാനുണ്ട്. എന്തായാലും ചുറ്റിലും കാണുന്ന ഈ കടലൊക്കെ ഇതൊക്കെ തന്നെ നോക്കാം. കുറച്ചായിട്ട് ഇങ്ങനെ എടുക്കാം, പിന്നെ വീഡിയോ ലെങ്ത് ആയി പോവുകയും ചെയ്യും. പിന്നെ ഇതിനകത്ത് കണ്ടില്ലേ, ഇതിനകത്തൊക്കെയാണ് ഒരുപാട് ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളത്. എന്തൊക്കെയാണ് പോയി നോക്കണേ കണ്ടിരുന്നെങ്കിൽ കുറച്ച് സമയം എടുക്കും. വണ്ടിയൊക്കെ ഉണ്ടെങ്കിലാണ് ഒന്നുകൂടി ബെറ്റർ. അപ്പോൾ ഒക്കെ ഒരുവിധം എക്സാക്ട് സെയിം ഏരിയ ആണ്. ഇത് ഔട്ടർ ലൈൻ അല്ല, കണ്ടില്ലേ. ഇനി ബാക്കി അങ്ങോട്ടൊന്നും പോകുന്നില്ല. റൗണ്ട് മൊത്തം ചുറ്റിക്കറങ്ങാന്ന് വെച്ചാൽ പിന്നെ ഈവനിങ് ഏകദേശം ഇത് കഴിഞ്ഞു, സൺസെറ്റും ഏകദേശം കഴിഞ്ഞു. ഇനി നടുവിലൂടെ ഇങ്ങനെ നമുക്ക് എളുപ്പവഴിയുണ്ട്. ഇതുവഴി പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബസ്സും പിടിച്ച് തിരിച്ച് പോകണം. ഒരു ഇതല്ലാതും ഒരു ഇറ്റാലിയൻ സ്റ്റൈലിലുള്ള ബിൽഡിങ്സാണ് നിർമ്മിച്ചുള്ളതെന്ന് പറഞ്ഞത്.
എല്ലായിടത്തും വഴികളുണ്ട്. ഒരുപാട് ഫോറിനേഴ്സാണ് കേട്ടോ കൂടുതലും. എനിക്ക് തോന്നുന്നു ഇവിടെ കണ്ടിടത്തോളം പറഞ്ഞിട്ടും കൂടുതലും റഷ്യൻസ് പിന്നെ ജർമ്മൻസ് ഇവരൊക്കെയാണ് കൂടുതൽ വിസിറ്റ് ചെയ്യുന്നത്. Yeah. If you want to see raw material, I'll show you raw material also. See? This is all the raw material. These all raw materials. From these you make this. Yeah. You make any kind of bracelet or something? Is that possible to connect with that? Should we? Yeah. Mine is October 1, so it will be October 22. നമ്മുടെ ബർത്ത്ഡേ അനുസരിച്ച് അതിനനുസരിച്ചുള്ള ലക്കി സ്റ്റോൺസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് എനിക്ക് വലിയ ധാരണ ഇല്ല. Sorry? Any pearl or opal? Opal we do have, yes. Which? I'll show you. So if October, so how? 16. Pearl. It means no, September. Yeah. October 22, October 22. Yeah. Pearl. Opal pearl. Opal. Yeah. Opal pearl. Okay. How much for that will it cost? The opal. Yeah. This is opal. See the fire? You can see under the line. See? Oh, okay. Yeah. Nice. That's the exact my Yeah. date of birth. Yes. Hope is the Opal. note. What is there, is there any myth about Faithful, lucky, adaptable, confident. It's on his hand. Eh? Ajit? Aja. Yeah. You can take it to your hand and see. നടന്നു വന്ന് ലൈറ്റ് ഹൗസ് ഉണ്ട് ഇവിടെ. ഇതിനകത്ത് ഫോർട്ടിനകത്ത് പള്ളിയുണ്ട് കേട്ടോ. അപ്പോൾ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി കയറി. ചിലവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് 400 വർഷം മുന്നേ പഴക്കമുള്ളതെന്നാണ് പറഞ്ഞത്. അറിയില്ല, അവിടുത്തെ പള്ളിയത്തെ ഒരു പുള്ളി പറഞ്ഞതാണ്. What is called here? What is name this one? Sinhala app. And my country Vellappam. Appam. Kerala. പറ. പുട്ടുണ്ട്, ഇടിയപ്പം, മീനൊക്കെ ഉണ്ടോടാ? ഇല്ല, അതവിടെ അത് കഴിച്ചാലോ? ഏതാ കഴിക്കുന്നത്? അത് രണ്ടും ട്രൈ ചെയ്യാം. ഇപ്പോഴല്ലേ ഇതാദ്യം കഴിക്കാല്ലേ? പൊറോട്ട നാട്ടിലത്തെ പൊറോട്ട. ഇപ്പം ട്രൈ ചെയ്യണോ? അപ്പം നോക്കാം. നമ്മളത്തെ ടേസ്റ്റ് ഇല്ല, എന്നാലും ഇതുകൊണ്ടുള്ള എന്തോ ഒരു സംഭവം. ആകെ കറിയിട്ട് സാമ്പാറാക്കി അവിയിലാക്കി തന്നിട്ടുണ്ട്. To that one, what? Up. Two. White. No. Up. വെള്ളപ്പം ചോദിക്കാം. എന്ത് സാധനറാ റോള്? ദിസ് ഈസ് വാട്ട്? റോൾ. ഓക്കെ. കണ്ടോ, മുരിഞ്ഞതാണ്. മഞ്ഞ സാധനം. ചൂട് മാറിക്കണം.
കഴിച്ചു നോക്കട്ടെ. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ടേസ്റ്റ് ഉണ്ടോ? ദോശയുടെ ഒക്കെ ടേസ്റ്റാണ് വരുന്നത്. കൊള്ളാം, നല്ല മുരിഞ്ഞിട്ടുള്ള വെള്ളപ്പം. ചായ ഉണ്ടോ? 70. Then അപ്പം Fish roti, fish roti, how much? 120. 20. That It's a coconut roti. same. Okay. That one up. One hopper is 30 rupees. 30. Okay. Then that TT 120. Yeah. Okay. Is the average price here 120? 130. Egg roti is 130 rupees. Okay. See you. See you, sir. So, shrimp. Next is shrimp. ഇത് അപ്പം കയറി. ഓക്കെ, അപ്പം 4 അപ്പം കഴിച്ച നാട്ടിലത്തെ അത് 30 രൂപ വെച്ചിട്ട് 120. പിന്നെ ചായക്ക് 120 രൂപയാണ് ഒന്നിന്. അപ്പോൾ 240 രണ്ടെണ്ണം. പിന്നെ 30 ഇതിന് പൊറോട്ട 2 എണ്ണം വെച്ചിട്ട് കഴിച്ചു. നമ്മളവിടെ ഷ്രിമ്പ് ഉണ്ടാക്കി വെച്ച് ഫുൾ ശ്രിമ്പിൽ വലുത് പൊരിച്ച് വെച്ചായിരുന്നു. അതൊന്ന് നോക്കി നോക്കണം. അടച്ചോന്നറിയില്ല, പോയി നോക്കാം. ഇത് 100 ഉണ്ട് അവിടുത്തെ. 100 റുപ്പീസാണ്. പിന്നെ പാക്കേജൊക്കെ ചെയ്ത് തന്നു. Any sauce or something? Dipping? ഫുള്ള് പരിപ്പാണോടാ? തല മാത്രമുള്ളതെന്ന് തോന്നുന്നുണ്ട്. തലയും ബാക്കി പരിപ്പാണോ? അവിടെ ചെമ്മീൻ പട എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കലുണ്ട്. ആ സാധനം പോലെ തോന്നുന്നത്. ഉള്ളിലുണ്ട് ചെമ്മീൻ, ഉണ്ട് ഉള്ളിൽ. ചെമ്മീൻ അങ്ങനെ വെച്ചിട്ട് പുറത്ത് പരിപ്പും ഒക്കെ വെച്ചിട്ട് കോട്ട് ചെയ്തൊക്കെ. 100 രൂപയുടെ അല്ല, എത്രയാണ്? 170 രൂപയുടെ ബ്രെഡും 260 രൂപയുടെ ജാമും. ഇവിടെ ടെമ്പിൾ കണ്ട് കേട്ടോ. ഇതാ നമ്മളവിടെ ബസ് സ്റ്റോപ്പിന് കടുവയ്ക്ക് ഇനി ബസ് കയറണം തിരിച്ച് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ കണ്ടപ്പോൾ, ദൂരം നിന്ന് കണ്ടപ്പോൾ ഈ തമിഴ്നാട്ടിലൊക്കെ ഉണ്ടാകുന്നൊരു തോന്നിയത്, നിർമ്മിതി പോലെ തോന്നിയത്. അവിടെ വന്ന് നോക്കിയതാ. പക്ഷെ ഇവിടെ അകത്ത് കയറാനൊന്നും ഒന്നുമില്ല, ഒക്കെ ക്ലോസ്ഡാണ്. ഓക്കെ, എന്നാലും ബൈ. ഇനി നേരെ റൂമിലേക്ക്.